2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി നിയമനത്തിൽ വിയോജിപ്പ് അറിയിച്ച് ഫിലിം ചേംബർ. നിർമ്മാതാക്കളെ അവഗണിച്ചെന്നാണ് പരാതി. വിയോജിപ്പ് അറിയിച്ച് സംസ്ഥാന സർക്കാരിന് ഫിലിം ചേംബർ കത്തയച്ചു. തീർച്ചയായിട്ടും നമുക്കുണ്ട്. സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചെന്നുള്ളതല്ല. ഞങ്ങൾ ഫിലിം ചേംബറിൽ നിന്ന് ഓൾറെഡി ഇപ്പം നമ്മൾ മിനിസ്റ്റർക്ക് കത്ത് നൽകിയിട്ടുള്ളത് നിർമ്മാതാക്കളുടെ പ്രാതിനിധ്യം മുൻകാലങ്ങളിലെ പോലെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അത് ശക്തമായ ഒരു പ്രതിഷേധം അറിയിക്കുക എന്നുള്ള ലെവലിൽ മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ചലച്ചിത്ര അക്കാദമിക്ക് അതിൻ്റെ കോപ്പിയും കൈമാറിയിട്ടുണ്ട്. സൈഫുന്നീസ അലിയാരാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സൈഫുന്നീസ, എന്താണ് അവർ ഇപ്പോൾ വിയോജിപ്പായി അറിയിച്ചിരിക്കുന്നത്? 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയവുമായി ബന്ധപ്പെട്ട് അതിന്റെ ജൂറി അംഗങ്ങളെയും ചെയർമാനെയും കഴിഞ്ഞ ദിവസമാണ് സർക്കാർ നിയമിച്ചത്. സംവിധായകരായ രഞ്ജൻ പ്രമോദ്, ജിബു ജേക്കബ് എന്നിവർ പ്രാഥമിക വിധിനിർണയ സമിതിയിലുണ്ട്. പ്രകാശ് രാജാണ് ജൂറി ചെയർമാൻ. ഇത് കൂടാതെ അന്തിമ വിധിനിർണയ സമിതിയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, പിന്നണി ഗായിക ഗായത്രി അശോകൻ, സൗണ്ട് ഡിസൈനർ നിതിൻ ലൂക്കോസ്, തിരക്കഥാകൃത്ത് സന്തോഷ് ചിക്കാര എന്നിവരൊക്കെ അംഗങ്ങളാണ്. പക്ഷേ ഇതിൽ നിർമ്മാതാക്കളുടെ പ്രാതിനിധ്യം ഇല്ല എന്നുള്ളതാണ് ഫിലിം ചേംബർ ആരോപിക്കുന്നത്. നിർമ്മാതാക്കളുടെ പ്രാതിനിധ്യം ഇല്ലാത്തതിൽ വിയോജിപ്പ് അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കത്ത് ഫിലിം ചേംബർ അയച്ചിരിക്കുന്നത്. സിനിമയുമായി പെടുന്ന എല്ലാ മേഖലകളുടെയും പ്രതിനിധികളെ ഈ ജൂറിയിൽ ഉൾപ്പെടുത്തിയിട്ടും നിർമ്മാതാക്കളെ ഉൾപ്പെടുത്താതിരുന്നത് വിയോജിപ്പായി അറിയിക്കുകയാണ്. ഒരു സിനിമ തെരഞ്ഞെടുക്കാൻ നിർമ്മാതാവിനുള്ള കഴിവും അതും പണം മുടക്കുന്നതെല്ലാം തന്നെയാണ് ഒരു സിനിമയുടെ വിജയത്തിന് പിന്നിലെ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ സിനിമ ഒരു അവാർഡ് നിർണയത്തിനായി